കാലം പോയൊരു പോക്കേ. പണ്ടൊക്കെ കാട്ടുമൃഗങ്ങളെ കാണണമെങ്കിൽ കാട്ടിൽ പോണം, അല്ലെങ്കിൽ മൃഗശാലയിൽ പോണം. ഇന്നിപ്പോ വീടിന്റെ മുമ്പിൽ സിറ്റ് ഔട്ടിലൊരു കസേര ഇട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാല് ആന, പുലി, കാട്ടുപോത്ത് എക്സെട്ര എക്സെട്ര ഈ സാധനങ്ങളൊക്കെ മുറ്റത്തെ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയല്ലേ. കാള, പോത്ത്, പന്നി, ആട്, കോഴി, താറാവ് എന്നീ ഇറച്ചി ഇവിടെ കിട്ടും. ബെസ്റ്റ്. കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങൾ ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാല് അപ്പ കുറ്റബോധം അടിക്കും. കാരണം കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നാട്ടിലെത്തി ഈ ഇറച്ചിയൊക്കെ സുലഭമായിട്ട് കിട്ടൂലേ. എന്ത് ചെയ്യാനാണ്. ഇങ്ങനെ പോയ പണി ഏതാണ്ട് തീരും. അതിനറിയില്ല. എനിക്കരിയുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചല്ലോ. ഇത് പഞ്ചസാര വാങ്ങിക്കാൻ പോയതാ. അയ്യോ, അരിയില്ലേ എന്നല്ല ചോദിച്ചത്, അതിനൊക്കെ അറിയില്ലേന്ന്. എന്തോന്ന്? കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലോട്ട് ഇറങ്ങിയേക്കാണ്. അത് ഞാൻ നേരെ ഇവിടെ കിടന്ന് ചുറ്റി തിരിയട്ടെ, വീട്ടിൽ പോവാൻ നോക്ക്. ഓ, എനിക്ക് കാട്ടിലെ മൃഗങ്ങളെക്കാൾ നാട്ടിലെ മനുഷ്യരെയാ പേടി. പക്ഷെ മുരുകേട്ടനെ പേടിയില്ല. പഞ്ചാരയാണല്ലേ? അല്ല, സഞ്ചിയില് പഞ്ചാരയാണല്ലോ എന്ന് വെച്ചാ. ഇതിന്റെ പിടിവള്ളി പൊട്ടിപ്പോയി. ഇങ്ങനെ പോയാ നീ എന്റെ പിടിവള്ളി പൊട്ടിക്കും. എന്താ? അല്ല, അതിന് വള്ളിയേ കെട്ട്. അതല്ലേ ഞാനീ പറഞ്ഞത്. എന്നാ ഈ വള്ളി പിടിച്ചോ. അയ്യോ, പ്രസിഡന്റ് വന്നിട്ട്. ദൈവമേ, പുലി ചത്തു മലന്നു. ആ പുലിയെ പോയി എടുത്തു കൂട്ടി കയറ്റിക്കോ, ചത്തുണ്ട്. തന്നെ ആരോടോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തേ? ഇവിടെ ഈ കൂട്ടിലാണ് പുലി കിടക്കണത്. ഓ, എന്റെ 3 ഉണ്ട മിസ്സായി. അല്ല, താൻ വെറും പാഴാണ് താൻ. അതെ, പത്രക്കാര് ചാനലുകാരും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനാണ് ഈ പുലിയെ വെടിവെച്ച് അകത്ത് കയറ്റി പറഞ്ഞു വിട്ടു. അത് ഞാൻ പറഞ്ഞേക്കാം. നല്ല വെടി, നല്ല വിടലുമാണല്ലേ. സമ്മതിക്കണം. അങ്ങനെ കളിയാക്കണ്ട. എന്നേക്കും വലിയ ആളായിരുന്നു എന്റെ അച്ഛൻ. എന്റെ അച്ഛനെ കണ്ടാൽ സിംഹം വരെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. സിംഹത്തിന് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ? അല്ല, പുള്ളി ലയൺസ് ക്ലബിലെ പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ന് മോളി പറഞ്ഞു. കയ്യട്, കയ്യട്. എടുത്തില്ലെങ്കിൽ ആ കൈ ഞാൻ വെട്ടും. അപ്പൊ നീ ഉണ്ടല്ലോ പാപ്പൻ. സോറി. എന്താ മോളെ പറ, കാര്യം പറ. അതെ, കരടി എങ്ങാനും പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ചാടി വീണ നമ്മൾ എന്തോ ചെയ്യും? ഈ കരടി നമ്മൾ സാധനം മൃഗമല്ലേ, അത് നമ്മൾ ചത്ത സാധനം തിന്നില്ല. അപ്പൊ ചത്ത പോലെ കിടന്നു കഴിഞ്ഞാൽ അത് പൊക്കോളും. ആണോ? പറഞ്ഞാണ് ഇയാള്. ഇതേപോലെ കഴിഞ്ഞ ആഴ്ച എന്റെ വലിച്ചൊരു അബദ്ധം പറ്റി. പുള്ളി പണി കഴിഞ്ഞ് വരരുന്ന് ഒരു കരടി പെട്ടെന്ന് മുമ്പിലേക്ക്. എന്നിട്ട് പുള്ളി ഇതുപോലെ ചത്ത തടി പോലെ കിടന്ന്. കരടി വന്ന് മൂക്കത്ത് കൈ വെച്ച് നോക്കിയപ്പോ ശ്വാസമില്ല. അങ്ങനെ എന്നാ കരടി ഒരു കുഴി കുത്തിട്ട് വലിച്ചത് അതിനകത്തിട്ട് പോയി. ആ വഴി ഇന്നലെ അടിയന്തരമായിരുന്നു. അയ്യോ, കഷ്ടണ്ടാ. എന്തിന് എന്നെ വിളിച്ചില്ലല്ലോ? എന്തിന്? ഇഡ്ഡലി സാമ്പാർ മിസ്സായില്ലടാ. അല്ലേ, നീ സംസാരിക്കല്ലേ. ഈ കരടി നമ്മൾ മൊത്തത്തിൽ തിന്നു. ഈ കരടി എന്ന് പറഞ്ഞ മൃഗം ഭയങ്കര നല്ല മനുഷ്യനാ. ഞാനും പുള്ളിയും ഒരുപോലെയാണ്. മൃഗങ്ങളുമായിട്ടുള്ള കൂടുതൽ സമ്പർക്കം. പറഞ്ഞോ എന്റെ ഭാര്യ. കരടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറാളി തിന്നോളൂ. അത് മാത്രം കഴിക്കുള്ളൂ. അതാണ് ഇഷ്ടം. അപ്പൊ പ്രസിഡന്റിനെ കിട്ടിക്കഴിഞ്ഞാല് കരടി പട്ടിണിയായി പോവല്ലോ. അതാ, തലച്ചോറില്ല, പിന്നെ പൊതിച്ചോറ് മേടിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്ന കാര്യമില്ല. വീട്ടിൽ കൊണ്ട് നടക്കണം കേട്ടോ. അതെ, പ്രസിഡന്റ് വിട്ടുകളാ. പ്രസിഡന്റിനെ അറിയോ? പ്രസിഡന്റ് അറിയാന്നാ? എന്താ പറഞ്ഞേ? അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. പ്രസിഡന്റിനെ അറിയോ? അതായത് ഈ കാട്ടിൽ നിന്ന് ആനകൾ മൊത്തം നാട്ടിലേക്ക് വരുമല്ലേ, നമ്മുടെ പ്രൊട്ടക്ഷൻ, അവരെ ഓടിക്കാനായിട്ട് എന്തേ ചെയ്യാ? ഈ കൊച്ചിന് സംശയത്തോട് സംശയം. എങ്ങനെ ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകും? അതായത് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ആനകളൊക്കെ ഇങ്ങനെ ഇറങ്ങൂലേ, ഇറങ്ങുമ്പോ ഈ പാട്ടയും ഇട്ട് മുട്ടി പടക്കമൊക്കെ പഠിച്ച് ഇതിനെ ഓടിക്കാം. കാരണം ശബ്ദം കേട്ട ആനക്ക് പേടിയാണ്. ആണോ? പിന്നല്ലാതെ. അപ്പൊ ഈ ശബ്ദങ്ങളൊക്കെ ആനക്ക് പേടിയാണ്. കറക്റ്റ് ഇതാണ്, അതാണ് ആപ്തി. അത് പറഞ്ഞാൽ മതി. അപ്പൊ ഈ ശബ്ദങ്ങളൊക്കെ ആനക്ക് പേടിയാണ്. എന്നിട്ടാണ് ഈ ആന നമ്മുടെ നാട്ടിൽ ആഘോഷം വരുമ്പോ ചങ്ങലയും വിട്ട് ചുറ്റിന് നിന്ന് ചെണ്ടയും കൊട്ടി പിപിയും വിളിച്ച് വെടിക്കെട്ട് നടത്തി ആന ഇടഞ്ഞതിന് വല്ല കാര്യം പറയാനുണ്ടാ? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇവിടെ ഈ പഞ്ചായത്ത് പേടിക്കണ്ട. ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് എന്നും മൃഗം ഇറങ്ങിയാലും
ഞാൻ വെടിവെച്ചിടും. പ്രസിഡന്റിനെ കൊണ്ട് ആകൂല, അതിന് പരിചയസമ്പന്നനായ ഒരാളെ കൊണ്ടുവരണം. എന്താ പറഞ്ഞേ? പരിചയസമ്പന്നനായ ഒരാളെ കൊണ്ടുവരണം. എന്റെ കൂട്ടത്തിലൊരു പരിചയക്കാരുണ്ട്, പക്ഷെ അവൻ സമ്പന്നനല്ല. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? താൻ എങ്ങനെയാണോ പ്രസിഡന്റ് ആയത്? ഞാൻ കള്ളോട്ട് നേടി. കള്ളോട്ട് നേടി എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. അതെ, പ്രസിഡന്റ് ഈ ലോകത്തെങ്ങാനും ആണോ? എന്താ അല്ലത് അറിഞ്ഞായിരുന്നോ? എന്താ? നിങ്ങളുടെ ഫ്ലെക്സ് മുഴുവനും നാട്ടുകാരെടുത്ത് നശിപ്പിച്ച് കളയുവാ. അയ്യോ, അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? നമ്മുടെ പഞ്ചായത്ത് മാലിന്യ വിമുക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റിന്റെ ആദ്യം തന്നെ പ്രസിഡന്റിന്റെ ഫ്ലെക്സും ഫോട്ടോ ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞത്. ഇങ്ങനെ പോയാൽ നിങ്ങളെയും എടുത്ത് ഞങ്ങൾ കളയും. അതോടെ ഞങ്ങളുടെ പഞ്ചായത്ത് മാലിന്യ വിമുക്തമാവും. ആക്കുമ്പോ വീട്ടിൽ കൊണ്ടുവന്നു. ഞാന് പ്രസിഡന്റ് ആയിട്ടൊരു 4 വർഷമായല്ലോ. അപ്പോ നിങ്ങളുടെ വൈഫിന് ഒരു പെൻഷൻ അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അല്ല, പെൻഷനൊക്കെ 60 വയസ്സിലല്ലേ? അവർക്ക് അതിന് പ്രായമായിട്ടില്ല. വിധവാ പെൻഷന് പ്രായപരിധി ഇല്ലല്ലോ സഹോദര. ഞാൻ പറഞ്ഞോളൂ. ഒറ്റ മിനിറ്റ് മിണ്ടരുത്, മിണ്ടിപ്പോരുത്. പുലിയനങ്ങത് പുലിയനങ്ങത് വേട്ടക്കാരൻ വിറച്ചു പറ്റാൽ തന്നോട് ഗോഷ്ടി കാണിക്കാനല്ല പറഞ്ഞത്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം പുലി അനങ്ങണ മാത്രമേ വെടിവെക്കട്ടെ. ഒരു കാര്യം തുറന്നു വിടില്ല. ഇതിനെ തുറന്ന് ഞാൻ വിടൂല. എന്താ? ഫോറസ്റ്റുകാരെ വിളിക്കണോ? വിളിക്കണ്ട. ഫോറസ്റ്റ് അവർ റെസ്റ്റ് ചെയ്തോട്ടെ. അവര് വന്ന് ചോദിക്കും, ഞാൻ അതിന്റെ അകത്തിട്ട് പറഞ്ഞാൽ മതി. നിന്റെ കൂട് തുറന്നു വിടുത്തേ. ആദ്യം മുണ്ടൊന്നും എടുക്കട്ടെ, അല്ലെങ്കിൽ പുലി ചിലപ്പോ കടിച്ചോണ്ടും വേണ്ടി നഗ്നായിട്ട് നിൽക്കേണ്ടി വരും. പുലി ഉരുളങ്ങ ഇരുന്നോണ്ട് വെക്കട്ടെ വേണ്ടി. അതെ, ഇതേതോ പുലികളിക്കാരനാണ്. ഇന്നലെ പുലികളി കഴിഞ്ഞ് വെള്ളം അടിച്ചിട്ട് ഈ കൂട്ടി കയറി കിടന്നതാ. ചേട്ടാ, നേരം വെളുത്ത് വീട്ടിൽ പോ. അയ്യോ, ഞാൻ പുലിക്കളിക്കാരനല്ല, ഞാൻ ഒറിജിനൽ പുലിയാ. കെട്ടിറങ്ങിയിട്ടില്ല. 2 നാരങ്ങ കടുപ്പത്തിൽ പിഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് കൂട്ടിയിട്ട് ഒരു ഉപ്പ് സോഡ അങ്ങോട്ട് തരട്ടെ. അപ്പൊ ഈ കെട്ടങ്ങോട്ട് ഇറങ്ങി പോവും. അയ്യോ, ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ കാട്ടിൽ കിടക്കുന്ന ഒറിജിനൽ പുലിയാ. ഒറിജിനൽ പുലി ഇങ്ങനെ സംസാരിക്കോ? അത് മലയാളം. പിന്നെ അത് മാത്രമല്ല, 2 കാലിൽ എഴുന്നേറ്റ് ഇങ്ങനെ കൈകൂപ്പോ. അതൊക്കെ ഗതികേടുകൊണ്ട് ചെയ്തതാ. കാട്ടില് ഭക്ഷണം കിട്ടാതെ അലഞ്ഞ ഞാൻ നാട്ടിലിറങ്ങും. നാട്ടിലിറങ്ങുമ്പോ നിങ്ങൾ മയക്കുവെടി വെച്ച് വീണ്ടും കാട്ടിക്കൊണ്ട് വിടും. വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി ഞാൻ നോക്കും, കിട്ടൂല, നേരെ നാട്ടിലേക്ക് വരും. വീണ്ടും നിങ്ങൾ മയക്കുവെടി വെക്കും, നേരെ കാട്ടിക്കൊണ്ട് വിടും. വിശന്ന് വലഞ്ഞപ്പോ ഞാൻ ഐഡിയ മാറ്റി. ഞാൻ നേരെ നാട്ടിൽ വന്ന് മലയാളം പഠിച്ച്, പിന്നെ പുലിക്കളിയും പഠിച്ച്, ഇപ്പൊ നാട്ടിലെ ഒരു പുലിക്കളി ടീമിൽ വർക്ക് ചെയ്യുന്നു. ഓണത്തിന് എന്റെ ക്ലബിൽ ഒരു പുലിക്കളി വരാൻ പറ്റുമോ? അതൊക്കെ പിന്നെ സോറി. അല്ലല്ല, പുലിക്കളിക്കൊക്കെ വരാത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് മിസ്സാവും. എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്, വിശന്നിട്ട് വയ്യ. എന്നല്ലേ ഇറച്ചി കൂടുതൽ അവിടെയാണ്. അതെ അതെ, ഞാൻ ഈ പ്രായമൊക്കെ അയാളാണല്ലോ. അപ്പൊ ഈ എന്റെ ഈ തണുത്ത ചോരയാണ്. അവര് നല്ല ചെറുപ്പക്കാരാ. അപ്പൊ നല്ല ചുടുതോര കിട്ടും. എനിക്ക് ചുടുചോര ഇഷ്ടം. അയ്യോ പുലി ഒന്നും ചെയ്യല്ലേ. ഇപ്പൊ നാട്ടില് ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇഷ്ടം കൂൾ ഡ്രിങ്ക്സാ.